നമസ്കാരം. ഈ ചാനൽ തുടങ്ങിയ കാലം മുതൽ തന്നെ എല്ലാ വർഷവും ബഡ്ജറ്റ് നടക്കുമ്പോൾ തിരുവനന്തപുരത്തിന് എന്തെങ്കിലും പുതിയ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു. എന്നാൽ പതിവ് നിരാശ തന്നെ ഇത്തവണയും ഉണ്ടായിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം കേട്ടതുമില്ല. ബഡ്ജറ്റിൽ അങ്ങനെ ഒരു പരാമർശം ഉണ്ടായതുമില്ല. രാജ്യത്തിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖവും ഇന്ത്യയുടെ ഗേറ്റ് വേ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിഴിഞ്ഞത്തിന് തഴഞ്ഞതിൽ കഠിനമായ നിരാശ രേഖപ്പെടുത്തുകയാണ്. കസ്റ്റംസ് തീരുവ ഇനത്തിലും നികുതി ഇനത്തിലും വരും നാളുകളിൽ രാജ്യത്തിനും സംസ്ഥാനത്തിനും വരുമാനം നൽകുന്ന പദ്ധതിയെ തഴയുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അനുവദിക്കുന്നതിലും തീരുമാനമായതുമില്ല. ഇതിനോടൊപ്പം റെയിൽ റോഡ് കണക്ടിവിറ്റിക്കായി ഒരു സഹായവും വന്നതുമില്ല. ഔട്ടർ റിംഗ് റോഡിനായി സ്ഥലം വിട്ടു നൽകിയ ഭൂവുടമകൾ നഷ്ടപരിഹാരത്തിനായി കാത്തിരിക്കുകയുമാണ്. ഇതിനോടൊപ്പം അല്പം ആശ്വാസം നൽകുന്ന ഒരു കാര്യം കേന്ദ്ര സർക്കാർ നൽകുന്ന ക്യാപെക്സ് വായ്പയാണ്. 50 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കുവാൻ കഴിയുന്ന പലിശയില്ലാത്ത വായ്പയ്ക്കായി 1.5 ലക്ഷം കോടി ഇത്തവണയും അനുവദിച്ചത് വിഴിഞ്ഞത്തിന്റെ വികസനത്തിനായി വായ്പ എടുക്കുന്നതിന് പ്രയോജനപ്പെടുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ 3 വർഷമായി കേരളത്തിന് ഈ വായ്പ ലഭിച്ചിട്ടില്ല. അതിനാൽ ഈ വർഷം 5000 മുതൽ 10000 കോടി വരെ വായ്പയ്ക്ക് അർഹതയുണ്ട്. ഇനി മറ്റൊന്ന് പൂവാർ കപ്പൽ നിർമ്മാണശാലയാണ്. ഒരു ചെറിയ പ്രതീക്ഷ ഈ ബഡ്ജറ്റ് നൽകുന്നുണ്ട്. പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വിഴിഞ്ഞത്തു നിന്നും വെറും 10 കിലോമീറ്റർ ദൂരത്തിലുള്ള എല്ലാവിധ പ്രകൃതി ഘടകങ്ങളും അനുകൂലമായിട്ടുള്ള പൂവാറിലെ കപ്പൽ നിർമ്മാണശാല പദ്ധതി ദശാബ്ദങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. പൂവാറിൽ കപ്പൽ നിർമ്മാണശാല ആരംഭിക്കണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. മാരിടൈം അമൃത് കാൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂവാറിൽ കപ്പൽ നിർമ്മാണശാല ആരംഭിക്കുവാനുമായി കേന്ദ്രവും സന്നദ്ധത അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇതിൽ തടസ്സമായി വന്നത് ഭൂമിയുടെ കാര്യത്തിലാണ്. കപ്പൽ നിർമ്മാണശാലയ്ക്കും അനുബന്ധമായി വരുന്ന ടൗൺഷിപ്പിനുമായി 2500 ഏക്കർ ഭൂമി ഏറ്റെടുക്കണമെന്ന കേന്ദ്ര നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. രാജ്യാന്തര കപ്പൽശാലയിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമുള്ള പൂവാറിൽ തീരത്തു നിന്നും ഉള്ളിലേക്ക് 1/2 കിലോമീറ്റർ വരെ 13 മീറ്റർ സ്വാഭാവിക ആഴമുണ്ട്. അത് കഴിഞ്ഞാൽ 30 മീറ്ററാണ് ആഴമുള്ളത്. ഇവിടെ ഡ്രഡ്ജിംഗ് ആവശ്യമായി വരുന്നില്ല. 20,000-ലേറെ കണ്ടെയ്നറുകൾ വഹിക്കുവാൻ ശേഷിയുള്ള കൂറ്റൻ കപ്പലുകൾ നിർമ്മിക്കുവാനുള്ള ഒരു കപ്പൽശാലയ്ക്കുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും ഇവിടെയുണ്ട്. ഇപ്പോൾ ബഡ്ജറ്റിൽ പ്രസ്താവിച്ചത് പ്രകാരം കപ്പൽ നിർമ്മാണത്തിനുള്ള സാമ്പത്തിക സഹായം ഉടച്ചു വാർക്കുമെന്നും നിശ്ചിത വലിപ്പത്തിന് മുകളിലുള്ള വൻ കപ്പലുകളെ ഇതിൽ ഉൾപ്പെടുത്തുമെന്നുമുള്ള പരാമർശം വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ബഡ്ജറ്റിൽ തലസ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന പല പദ്ധതികൾക്കുള്ള സഹായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. RCCയുടെ വികസനത്തിനായി 1293 കോടി. ഇത് പുലയനാർ കോട്ടയിൽ സർക്കാർ അനുവദിച്ച സ്ഥലത്ത് RCCയുടെ 2ാം ക്യാമ്പസ് വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു. അതിന്റെ പരാമർശമൊന്നും ഉണ്ടായിട്ടില്ല. നെയ്യാർ ഡാമിന് സമീപം നെട്ടുകാൽ തേരിയിൽ എയിംസ് അനുവദിക്കണമെന്ന് ശശി തരൂർ MPയുടെ ആവശ്യവും ഉയർന്നിരുന്നു. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ആക്കുളത്ത് 2ാം ക്യാമ്പസിനായി 500 കോടിയുടെ സഹായം. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിലെ തീരദേശത്തിലെ കടലാക്രമണം, തീരശോഷണം എന്നിവ തടയുവാൻ 2329 കോടി. ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ തഴയപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വരും നാളുകളിൽ കേരളത്തിന് അനുകൂലമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം ഒരു പ്രതീക്ഷ വയ്ക്കുകയാണ്. അടുത്ത വീഡിയോയിൽ തലസ്ഥാനത്തിലെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം.